പ്രിയ സ്നേഹിത, ഈ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നു. എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും നിങ്ങൾ ഈ വാക്കുകളിലേക്ക് വന്നു. അത് നല്ലത്. അതുമാത്രം മതി. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കിടക്കയിലാണ്. ഒരു നീണ്ട ദിവസം കഴിഞ്ഞ് ക്ഷീണിച്ച് ശരീരം കിടക്കയിലാണെങ്കിലും മനസ്സിനിയും ഓടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റതാണ്. പുതിയ ദിവസത്തെ നേരിടാനുള്ള ഒരു ശക്തി ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിലാണ്, ട്രെയിനിലാണ്, വണ്ടി ഓടിക്കുകയാണ്, നടക്കുകയാണ്. എവിടെയായാലും ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. ഒന്ന് ശ്വസിക്കൂ, പതുക്കെ, ആഴത്തിൽ. എല്ലാം ഒന്ന് മാറ്റിവെക്കൂ. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ, ഫോണിലെ സന്ദേശങ്ങൾ, ആരോടെങ്കിലും പറയാൻ മറന്ന വാക്കുകൾ, ഇന്ന് ശരിയാകാതെ പോയ കാര്യങ്ങൾ എല്ലാം. ഈ ഏതാനും നിമിഷങ്ങൾ നിങ്ങൾ മാത്രം, നിങ്ങളും ദൈവവും മാത്രം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകം മുഴുവൻ നിങ്ങളെ മറന്നു എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ പോലും ആരെങ്കിലും ഒരാൾ ഓർക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ഒരാൾ ദൈവമാണ്. ഈ നിമിഷത്തിൽ ദൈവം നിങ്ങളോടുകൂടെയുണ്ട്. നിങ്ങൾ എത്ര ക്ഷീണിച്ചാലും, എത്ര തളർന്നാലും, എത്ര വിഷമിച്ചാലും ദൈവം ഇവിടെയുണ്ട്. നിങ്ങൾ ശ്വസിക്കുന്ന ഈ നിമിഷത്തിൽ ദൈവം നിങ്ങളുടെ അടുത്തിരിക്കുന്നു. ശാന്തമായി, സ്നേഹത്തോടെ, കാത്തിരിപ്പോടെ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചിലത് സംസാരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഈ ജോലി നിലനിൽക്കുമോ? എന്നെ ആരെങ്കിലും വിലമതിക്കുന്നുണ്ടോ? ഞാൻ ചെയ്യുന്നതിന് അർത്ഥമുണ്ടോ? യാത്രയിലൊരു ഭയം, ആരോഗ്യത്തെക്കുറിച്ചൊരു ഭയം, വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ഭയം, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ഭയം. ചിലപ്പോൾ ഏറ്റവും വലിയ ഭാരം ഈ ചോദ്യമാണ്: എന്തിനാണിതെല്ലാം? ഈ കഷ്ടപ്പാടിന് എന്താണ് അർത്ഥം? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും നല്ലത് ചെയ്യാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടിങ്ങനെ? ഈ ചോദ്യത്തിന് ഉത്തരമില്ലാത്ത ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നമ്മൾ ക്ഷീണിക്കുന്നു, തളരുന്നു, ഒരുപക്ഷെ കരയുന്നു, ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ ചുമക്കുന്നു. ഇവിടെ ഒരു സത്യമുണ്ട്: നിങ്ങൾ കാണാത്ത ഒരു കൈ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളറിയാത്തൊരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ വിഷമിച്ചു, പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ മാസം ഒരു വവാതിലടഞ്ഞു, പക്ഷെ നിങ്ങൾ ഇപ്പോഴും നടക്കുന്നു. കഴിഞ്ഞ വർഷം ഒരു സ്വപ്നം തകർന്നു, പക്ഷെ നിങ്ങൾ ഇപ്പോഴും ശ്വസിക്കുന്നു. ഇതെല്ലാം യാദൃച്ഛികമല്ല. ദൈവം നിങ്ങളെ കാത്തു. നിങ്ങളറിയാതെ, കാണാതെ, തിരിച്ചറിയാതെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഒന്നും സംഭവിക്കാതെ കടന്നുപോയ ഒരു ദിവസം ദൈവത്തിൻ്റെ കരുതലാണ്. ഭയപ്പെട്ട ഒരു കാര്യം സംഭവിക്കാതെ പോയത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ദൈവം എപ്പോഴും ഇടിമുഴക്കത്തോടെ വരുന്നില്ല. ചിലപ്പോൾ ദൈവം നിശബ്ദമായി, ശാന്തമായി, ആരും അറിയാതെ കാവൽ നിൽക്കുന്നു. ദൈവം നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു നെയ്ത്തുകാരൻ നൂലുകൾ ചേർക്കുന്നത് പോലെ. കറുത്ത നൂലും വെളുത്ത നൂലും ചുവന്ന നൂലും എല്ലാം ചേർത്ത് ഒരു ചിത്രമുണ്ടാക്കുന്നു. നമ്മൾ അടുത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇഴകൾ മാത്രം, കുഴഞ്ഞ നൂലുകൾ മാത്രം. പക്ഷേ ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചിത്രമുണ്ട്, ഒരു മനോഹരമായ ചിത്രം. നമ്മളിന്ന് കാണുന്നില്ല, പക്ഷേ ദൈവം ആ ചിത്രം കാണുന്നു. ഒരു കർഷകനെ ചിന്തിക്കൂ. അവൻ നിലമുഴുതു, മണ്ണ് മുറിഞ്ഞു, വിത്ത് നിലത്ത് വീണു, മണ്ണ് മൂടി, ഇരുട്ടിൽ, ആരും കാണാതെ. ആ വിത്ത് ആ ഇരുട്ടിൽ കിടക്കുന്നു. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് തോന്നും. പക്ഷേ മണ്ണിനടിയിൽ ആരും കാണാത്ത ഒരു പ്രവൃത്തി നടക്കുന്നു. വിത്ത് പൊട്ടുന്നു, വേരിറങ്ങുന്നു, മുള ഉയരുന്നു. ഒരു ദിവസം ആ മണ്ണ് പൊട്ടിച്ച് ഒരു ഇളം തളിര് പുറത്തു വരുന്നു. ആ ഇരുട്ട് ആവശ്യമായിരുന്നു, ആ മണ്ണ് ആവശ്യമായിരുന്നു, ആ കാത്തിരിപ്പ് ആവശ്യമായിരുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഇരുട്ടും, ഈ കാത്തിരിപ്പും, ഈ വേദനയും ഒരു പ്രവൃത്തിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗം. നിങ്ങൾ കാണുന്നില്ല, പക്ഷേ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഈ നിമിഷത്തിലും. ഇനി നിങ്ങളുടെ ചുറ്റുമുള്ളവരെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ കഷ്ടതയിൽ. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, അവരും ചിലത് ചുമക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളോട് പറയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ അവരോട് പറയുന്നില്ല. പക്ഷേ ഓരോരുത്തരും ഓരോ ഭാരം ചുമക്കുന്നുണ്ട്.
നിങ്ങളുടെ അമ്മ ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്ന ഓരോ യാത്രയിലും, ഓരോ വാർത്തയിലും, ഓരോ രാത്രിയിലും ദൈവം അവിടെ ഉണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. പതുക്കെ, ശാന്തമായി, ഹൃദയം മുഴുവൻ തുറന്ന്. കർത്താവെ, ഞാൻ ഇന്ന് അങ്ങയുടെ മുന്നിൽ വരുന്നു. എൻ്റെ ഉള്ളിലെ എല്ലാ ഭാരവും, എല്ലാ ചോദ്യങ്ങളും, എല്ലാ ക്ഷീണവും ഞാനിവിടെ ഇറക്കി വയ്ക്കുന്നു അങ്ങയുടെ മുന്നിൽ, അങ്ങയുടെ കാൽക്കൽ. കർത്താവെ, ചിലപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടിങ്ങനെ, എന്തുകൊണ്ടുണ്ട് ഈ കഷ്ടത, എന്തുകൊണ്ട് ഈ കാത്തിരിപ്പ്, എന്തുകൊണ്ട് ഈ വേദന. ഞാൻ ഈ ചോദ്യങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. ഉത്തരമെന്ന് കിട്ടിയില്ലെങ്കിലും അങ്ങ് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങെല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണുന്നില്ലെങ്കിലും ഒരു ദിവസം ഞാൻ കാണും. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിലും ഒരു ദിവസം ഞാൻ മനസ്സിലാക്കും. കർത്താവെ, എൻ്റെ ശരീരത്തെ അങ്ങ് കാക്കേണമേ. എൻ്റെ ആരോഗ്യം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ ഉറക്കം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ ശ്വാസം അങ്ങയുടെ കയ്യിലാണ്. ഈ ശരീരത്തിൽ ക്ഷീണമുണ്ടെങ്കിൽ അങ്ങ് ശക്തി നൽകണമേ. വേദന ഉണ്ടെങ്കിൽ അങ്ങ് ആശ്വാസം നൽകണമേ. രോഗമുണ്ടെങ്കിൽ അങ്ങയുടെ കരം എൻ്റെ മേലുണ്ടായിരിക്കണമേ. എൻ്റെ മനസ്സിനെ അങ്ങ് ശാന്തമാക്കണമേ. ആശങ്കയുണ്ടെങ്കിൽ അങ്ങ് സമാധാനം നൽകണമേ. ഉറക്കം വരാത്ത രാത്രികളുണ്ടെങ്കിൽ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ഉറക്കമായിരിക്കും. കാക്കേണമേ. അവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ശരീരത്തിന് ശക്തി നൽകണമേ. അവരുടെ ഹൃദയത്തിന് ആനന്ദം നൽകണമേ. കർത്താവെ, ഇനി ഞാൻ ചിലതുകൂടി പ്രാർത്ഥിക്കുന്നു. ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച്. ഒരു ജോലി ഇനിയും കിട്ടിയിട്ടില്ല. ഒരു രോഗത്തിൻ്റെ ഉത്തരം ഇനിയും അറിയില്ല. ഒരു ബന്ധം ഇനിയും ശരിയായിട്ടില്ല. ഒരു സ്വപ്നം ഇനിയും നിറവേറിയിട്ടില്ല. ഈ കാത്തിരിപ്പിൽ കർത്താവെ, അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞാൻ കാണാത്ത ഇടങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അറിയാത്ത രീതികളിൽ അങ്ങ് വഴിയൊരുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വരാത്ത ഉത്തരങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അങ്ങയോടൊപ്പം, അങ്ങയുടെ സ്നേഹത്തിൽ. കർത്താവെ, ഇനിയൊരു കാര്യം കൂടി. ചില ഭാരങ്ങൾക്കൊരു പേരില്ല. ചിലപ്പോൾ ഒരു വിഷമം വരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഇരുട്ട്, ഒരു ശൂന്യത, ഒരു ഭാരം. അതെവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ട് വരുന്നു എനിക്കറിയില്ല. പക്ഷേ കർത്താവെ, അങ്ങേക്കറിയാം. ഞാൻ പേരിടാൻ കഴിയാത്ത ഭാരങ്ങൾ പോലും അങ്ങ് മനസ്സിലാക്കുന്നു. ഞാൻ വിശദീകരിക്കാൻ കഴിയാത്ത ഇരുട്ടുകൾ പോലും അങ്ങ് കാണുന്നു. കർത്താവെ, ഈ ഭാരങ്ങളെല്ലാം അങ്ങ് ചുമക്കേണമേ. ഇവയെല്ലാം അങ്ങ് നന്മയ്ക്കായി മാറ്റണമേ. ഞാൻ ഇന്ന് കാണുന്ന ഇരുട്ടിന് പിന്നിൽ അങ്ങൊരു വെളിച്ചമൊരുക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ബുദ്ധിമുട്ടുള്ള ദിവസത്തിൽ, ഒരു കാത്തിരിപ്പിൻ്റെ രാത്രിയിൽ, ഒരു ചോദ്യം ഉള്ളിൽ കത്തുന്ന നിമിഷത്തിൽ ഈ വാക്കുകൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇതേ കഷ്ടതയിലാണ്, ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവർക്കും ഈ വാക്കുകൾ ആവശ്യമായിരിക്കാം. നിങ്ങൾക്കിത് അവരിലേക്ക് എത്തിക്കാം. ഇനി ശാന്തമായി ഈ രാത്രിയിലേക്ക്, അല്ലെങ്കിൽ ഈ പകലിലേക്ക് നിങ്ങൾ ഇറങ്ങുക. ഒരു കാര്യം ഓർക്കുക, ദൈവം എല്ലാം ചേർത്ത് നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന ഇരുട്ട് അത് ശാശ്വതമല്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് അന്തിമമല്ല. ദൈവം പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഈ നിമിഷത്തിലും നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നന്മ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉറക്കത്തിൽ ശാന്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉണർവിൽ ശക്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ കാത്തിരിപ്പിൽ ക്ഷമ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഇരുട്ടിൽ വെളിച്ചമുണ്ടാകട്ടെ. ദൈവം നിങ്ങളോടുകൂടെയുണ്ട്, ഇന്നും നാളെയും എന്നും. ദൈവമല്ല, ദൈവം എല്ലാം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കാക്കട്ടെ, നിങ്ങളുടെ മേൽ തൻ്റെ മുഖം പ്രകാശിപ്പിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇന്നും ഇപ്പോഴും എന്നേക്കും. ആമേൻ.